സമയമാണ്, ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത്. അല്ലാഹു തആലക്ക് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ തോന്നുന്നിരിക്കുക. നമ്മുടെ ബക്കറ്റ് കളക്ഷൻ സൂചിപ്പിച്ചതുപോലെ ബദരീങ്ങളുടെ ആണ്ടിലേക്കാണ്. ബദരീങ്ങളുടെ സഹായം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കഴിവുകളും അവര് മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും അവരുടെ സഹായം, അവരുടെ ഒരു മദദ് അത് നമുക്ക് കിട്ടുമെന്ന് ഖുർആൻ കൊണ്ടും ഈ ഹദീസ് കൊണ്ടും ഒക്കെ നമുക്ക് സ്ഥിരപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ആ നേർച്ചയിലേക്ക് കഴിവിൻ്റെ പരമാവധി എല്ലാവരും സംഭാവനകൾ നൽകുക. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണ്. അതിനൊക്കെ ഒരു പരിഹാരമായി നമുക്കതിലേക്ക് സംഭാവനകൾ ചെയ്ത് നൽകാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മഗ്ഫിറത്തിന്റെ പത്താണല്ലോ. അല്ലാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ, പ്രത്യേകിച്ച് നമ്മുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികൾ അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് മറ്റു സ്വാലിഹീങ്ങളോടും കുടുംബസമേതം ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ പല ആളുകളും പലതരത്തിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ ഉള്ളവരാണ് ഇതിലേക്ക് സംഭാവനകൾ നൽകിയിരുന്ന. പള്ളിയിലേക്കും അതുപോലെ തന്നെ മറ്റു കോളേജിലേക്കൊക്കെ സംഭാവനകൾ നൽകിയവരവരൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണപ്പെട്ടവരുടെ പേരിൽ ദുആ ചെയ്യാൻ കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്ക് ഒരു അനുഭാവി 10,000 രൂപ നൽകിയിട്ടുണ്ട്. നോമ്പ് തുറ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചിരുന്നു. അതിന് പുറമെ ഈ ആഴ്ചയിൽ കിട്ടിയത് 3 ആളുകൾ 5,000 രൂപ. അടുത്ത് മരണപ്പെട്ട നാലകത്ത് അബൂബക്കർ എന്നവരുടെ മക്കള് 5,000 രൂപ. നാലകത്ത് സൂഫി സാഹിബ് 5,000 രൂപ. കൂലി നാസർ 5,000 രൂപ എന്നിവർ നൽകിയിരുന്നു. അതുപോലെ തന്നെ വിവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി 4 ആളുകൾ ഈത്തപ്പഴം നൽകിയിട്ടുണ്ട്. നോമ്പ് തുറക്ക് വേണ്ടി ഈത്തപ്പഴം നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ മൻസൂർ പുത്തനങ്ങാടി 500 രൂപ. പൂക്കോടൻ ഖാലിദ് ഹാജി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2,000 രൂപ. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ കർഷകരായ ആളുകളും അതുപോലെ തന്നെ അല്ലാത്തവരുമായ ആളുകൾക്ക് കുഴൽക്കിണറുകളിലും അതുപോലെ കിണറുകളിലൊക്കെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു ഭീതിയിലാണുള്ളത്. അപ്പം നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് സ്വന്തമായിട്ട് ദുആ ചെയ്യുമ്പോഴും കൂട്ടമായി ദുആ ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ഉൾപ്പെടുത്തുക. മരണപ്പെട്ട ചേരിക്കലിൻ ഹൈദുർ ഹാജിയുടെയും ഭാര്യയുടെയും മകന്റെയും പേരിൽ ദുആ ചെയ്യാൻ മക്കൾ 4,000 രൂപ സംഭാവന. ബദരീങ്ങളുടെ നേർച്ചയിലേക്ക് മഹാരാജിക അബ്ദുക 10,000 രൂപ സംഭാവന. മരണപ്പെട്ട ഭാര്യയുടെ പേരിൽ ദുആ ചെയ്യാൻ CT ശിഹാബ് 500 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദാറുൽ ഹുദയിലെ ഹുദവികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഹാദിയ. അതിൻ്റെ കീഴിൽ ശ്ലാഘനീയമായ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ അവരുടെ സൈറ്റുകളൊക്കെ സന്ദർശിച്ച് നോക്കിയ വീഡിയോസ് ആയിട്ടും അതല്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഉത്തരേന്ത്യയിലൊക്കെ ഒരു ഫാത്തിഹ സൂറത്ത് പോലും ഓതാൻ കഴിയാത്ത യുവാക്കളും കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വലിയ മുതൽക്കൂട്ടായി വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നമുക്കറിയാം സാമ്പത്തികമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതൊക്കെ ഒരുപാട് നല്ല നല്ല ആളുകൾ, അറിയുന്ന ആളുകളൊക്കെ അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കി നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്കൊക്കെ അതിൻ്റെ പ്രതിഫലം നിരന്തരം ഖിയാമത്ത് നാൾ വരെ വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. അവര് മക്കൾക്ക്, യുവാക്കൾക്ക്, പ്രായം ചെന്ന ആളുകൾക്ക് വരെ അവിടെ ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ദഅവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതിലേക്ക് 1 രൂപ കൊടുത്താൽ ഒരിക്കലും നമുക്ക് നഷ്ടമാവൂല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അവര് ഇവിടെ വന്ന് അത് വിശദമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് തരും. അതുമായിട്ട് എല്ലാവരും എല്ലാ നിലക്കും സഹകരിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ റമദാനാണ്. വെള്ളിയാഴ്ചയിൽ
ഇവിടെ റോഡ് സൈഡിലുള്ള പള്ളി ആയതുകൊണ്ട് തന്നെ പിരിവുകാരൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. ഒക്കെ സാധുക്കളായ ആളുകൾ ഒന്നും കള്ളത്തരമല്ല, അവരുടെ മഹലിൽ നിന്നുള്ള ലെറ്റർ മുഖേന തന്നെയാണ് വരുന്നത്. അപ്പോൾ പുറത്ത് കുറച്ച് പിരിവുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കുക. ഇന്നലെ രാത്രി സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ പാവപ്പെട്ട ആളുകളൊക്കെ ഏതെങ്കിലും വിധേന നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അമല് എന്ന് മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി കഴിയുന്ന രീതിയിൽ കുറഞ്ഞ രീതിയിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ അതല്ലാത്തവരല്ലാത്ത രീതിയിൽ കൂട്ടത്തിലൊരു അന്യ മതത്തിൽപ്പെട്ട ഒരു ഹിന്ദു സഹോദരി, അവരുടെ ഭർത്താവ് ലോഡിങ്ങിന്റെ അവസരത്തിൽ ലോറിയുടെ മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ട് വളരെ പ്രയാസത്തിലാണ്. അവരും അവിടെ ഉണ്ട്. കൂട്ടത്തിൽ സഹായിക്കുക. അവരൊക്കെ വരുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്ന് സഹായം കിട്ടിയിട്ടില്ല, മുസ്ലിങ്ങൾ എന്താണ് ഞങ്ങളെ സഹായിക്കും എന്നുള്ള ആ ഒരു ഉറപ്പുകൊണ്ടാണ് വരുന്നത്. അപ്പൊ അവരെ നിരാശരാക്കാതിരിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ബദരീങ്ങളുടെ ആണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച അസറിന് ശേഷമാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. പുണ്യം നേടുക എന്ന് പറഞ്ഞാൽ അതിൽ പുണ്യം തന്നെയാണ്. എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് ഒരുപാട് തീർന്ന പലജാതി പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ നിയ്യത്ത് ചെയ്ത ഒരു സദസ്സിൽ ഇനി ക്യാഷ് കൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ വന്ന് പങ്കെടുത്താൽ തന്നെ അതിന് വലിയ നേട്ടമാണ്. കഴിവിന്റെ പരമാവധി നമ്മൾ എല്ലാ നേട്ടവും അതിലേക്ക് സഹകരിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മൾ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. സോളാർ വെക്കുന്നതിനെ കുറിച്ച് ഇവിടെ നമുക്കൊരു അനുഗ്രഹം ചെയ്താൽ അതിന് നന്ദി ചെയ്യുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാണല്ലോ. അല്ലാഹു തആല നമുക്ക് ഒരുപാട് നന്ദി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്, റഹ്മത്തുകൾ ചെയ്തിട്ടുണ്ട്. അതിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ കണ്ടില്ല, ഈ പള്ളിയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച ഇപ്പൊ AC വർക്ക് ചെയ്യാത്ത കാരണം കൊണ്ട് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇന്ന് കണ്ടില്ല, ഇതുപോലെ എല്ലാ സമയത്തും മിക്കവാറും സമയത്തൊക്കെ AC വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ നമ്മൾ അതിൻ്റെതായ ഒരു സുഖ സൗകര്യങ്ങൾ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് നന്ദി ചെയ്യാൻ പറ്റുന്നത് അതിന് വരുന്ന കറണ്ട് ബില്ല്, അതിലേക്കെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ സംഭാവനകൾ നൽകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് ശാശ്വതമായ പരിഹാരമായി ഇവിടെ സോളാറിന് പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ എല്ലാ നിലക്കും ഉപകാരപ്പെടും. കാരണം ചില സ്ഥലത്തൊക്കെ സോളാർ വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ നമുക്ക് നമുക്ക് ആവശ്യം വരുന്നതിനേക്കാൾ കൂടുതൽ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ ഞാൻ മുമ്പ് നിന്നിരുന്ന സ്ഥലത്ത് ആ കൊപ്പത്ത് അവിടെ ഏകദേശം 60,000 രൂപ 65,000 രൂപയ്ക്കാണ് കറണ്ട് ബില്ല് വരുന്നത്. അത് സോളാർ വെച്ചതിന് ശേഷം ഏകദേശം 6,000-7,000 രൂപ നമുക്ക് ഇങ്ങോട്ട് അക്കൗണ്ടിലേക്ക് KCB ഇട്ട് തരുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കറണ്ട് എത്ര കാലം നമ്മൾ ഉപയോഗിക്കുന്നു, അത് എത്ര ആളുകൾക്ക് ഉപകരിക്കുന്നു, അതിനെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു പള്ളിയിൽ വിളക്ക് കത്തിച്ചാൽ അതിനോട് കിട്ടുന്ന കൂലിയെ കുറിച്ച് പറയുന്നുണ്ട് ഹദീസിലൊക്കെ. അപ്പൊ ആ ഒരു പ്രതിഫലം നമുക്ക് നേടാൻ അതിലേക്ക് 1 രൂപയെങ്കിലും കൊടുത്ത് സഹായിച്ചാൽ നമ്മൾ ആ ഒരു നേട്ടം കൈവരിക്കുന്ന ആളായി മാറും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഈ ഒരു പള്ളി ഇത്തരത്തിലൊക്കെ ആക്കാൻ നമ്മളൊക്കെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ അതിനും നമുക്ക് കഴിയും ഇൻഷാ അല്ലാഹ്. എല്ലാവരുടെ ഭാഗത്തു നിന്നും അതിനൊക്കെ അങ്ങനത്തെ ഒരു പദ്ധതി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്ക് എല്ലാവരും സഹകരണങ്ങളും ഉണ്ടാവണം. ആഖിറത്തിലുള്ള കൂലി, അല്ലാഹുവിൽ നിന്നുള്ള കൂലി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും അതിന് തയ്യാറാണെന്ന് ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين على سيدنا الملك الجبار يا الله. അള്ളാഹുവയുടെ പള്ളിയിലേക്കും അതുപോലെ മക്കളുടെ ഭക്ഷണത്തിലേക്കൊക്കെ ആയി സംഭാവനകൾ നൽകിയ ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബദരീങ്ങളുടെ നേർച്ചയിലേക്ക് ബക്കറ്റിലേക്ക് നിക്ഷേപിച്ച ആളുകൾ, അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ വീടുകളിലും കടകളിലൊക്കെ വെച്ച ബോക്സുകളിലേക്കൊക്കെ നിക്ഷേപിക്കുന്ന ആളുകൾ റബ്ബേ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ പരിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം നീ സ്വീകരിച്ച് എന്ത് ഉദ്ദേശിച്ചാണ് അവർക്ക് അത് നൽകിയതെങ്കിൽ അല്ലാഹുവേ നീ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. വരുമാന മാർഗങ്ങളിൽ നീ ഖൈറും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. വീടുകളിലും കുടുംബത്തിലൊക്കെ നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ റബ്ബേ. ഖൈറും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ഹലാലായ ഉദ്ദേശം നിറവേറ്റണം റബ്ബേ. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫിയാക്കി കൊടുക്കണേ റബ്ബേ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് എല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു മരണപ്പെട്ട് പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്തവരുണ്ട് റബ്ബേ, അത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അവരിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ബർസഖിയായ ജീവിതം നീ സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ അവരുടെ ഖബറിൽ അവർക്ക് അതിനൊക്കെ പകരമായി സ്വർഗീയമായ ഭക്ഷണപാനീയങ്ങളും വിരിപ്പുകളും നീ നൽകി ആദരിക്കണേ അല്ലാഹ്. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടും മറ്റ് സ്വാലിഹീങ്ങളോടുമൊപ്പം റബ്ബേ കുടുംബസമേതം ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ ലിഖാഉം റിളയും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രതികൂലമായ സാക്ഷി നിൽക്കുന്നവരിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. بفضلك وكرمك وجودك يا اكرم الاكرمين وبحق سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين. الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.